അസംബിൾ ചെയ്യുന്നതിന് മുമ്പ് റിമൂവ് ചെയ്ത കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. റിമൂവ് ചെയ്തതിൽ ഷോർട്ട് ഇല്ലാത്ത കപ്പാസിറ്റർ എടുത്ത് അതിന്റെ വാല്യൂ മെഷർ ചെയ്യുക. വാല്യൂ മെഷർ ചെയ്തതിന് ശേഷം കപ്പാസിറ്റർ റിമൂവ് ചെയ്ത സ്ഥാനത്ത് തന്നെ തിരികെ വെക്കുക. കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്യുന്ന സമയത്ത് കുറച്ച് ലെഡും ഫ്ലക്സും അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇത് ചെയ്യുന്നതിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കപ്പാസിറ്റർ ഇളകി പോരാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. 250 ഡിഗ്രിയിൽ എയർ ഫ്ലോ 40ൽ ഹീറ്റ് അപ്ലൈ ചെയ്ത ശേഷം കപ്പാസിറ്റർ ഫിക്സ് ചെയ്യുക. ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് PCB ക്ലീൻ ചെയ്യലാണ്. അത് കെയർഫുള്ളായി ചെയ്യുക. PCB ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തത് ഷോർട്ടായ കപ്പാസിറ്റർ റീപ്ലേസ് ചെയ്യലാണ്. അതിന് മുമ്പ് ഷോർട്ടായ കപ്പാസിറ്ററിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കണം. കപ്പാസിറ്ററിന്റെ യൂണിറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാനിവിടെ യൂസ് ചെയ്യുന്ന സോഫ്റ്റ്വെയർ ബോണിയോ സ്കീമാറ്റിക്സ് ആണ്. ഇതുപോലെ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. കൂടുതൽ ടെക്നീഷ്യൻസ് ഉപയോഗിക്കുന്നത് ബോണിയോ സ്കീമാറ്റിക്സ് ആണ്. ഞാനിവിടെ ബോണിയോ യൂസ് ചെയ്യുന്നതിന്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് ഒരുപാട് ഡിവൈസിന്റെ സൊല്യൂഷൻസ് അതേപോലെ തന്നെ സ്കീമാറ്റിക്സ് എല്ലാം അവൈലബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ബോണിയോ സ്കീമാറ്റിക്സ് യൂസ് ചെയ്യുന്നത്. ബോണിയോ സ്കീമാറ്റിക്സിനെ പറ്റി സെപ്പറേറ്റ് ഞാനൊരു വീഡിയോ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലാവും. ഡിവൈസിന്റെ മദർ ബോർഡിൽ ഷോർട്ട് ആയിരിക്കുന്ന ഈ ഒരു കപ്പാസിറ്റർ